everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 32nd lecture on Income Tax Law and Practice 2. This lecture is based on Deductions under Income Tax Act, which is the 5th module in the subject Income Tax Law and Practice 2 for Semester 3 students of BCom Tax Procedures and Practices. In previous lecture, we had concluded our second chapter, Capital Gains. And in this lecture, we are going to start our 5th chapter, that is Deductions under Income Tax Act. ഈ ലെക്ചറിൽ 5th ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രോസ് ടോട്ടൽ ഇൻകം ആൻഡ് ഡിഡക്ഷൻസ് ഫോർ സർട്ടൺ പേയ്മെൻറ്റ്സ് ഓർ കോൺട്രിബ്യൂഷൻ. ഗ്രോസ് ടോട്ടൽ ഇൻകം വിച്ച് കംസ് അണ്ടർ സെക്ഷൻ 80B ഓഫ് ഇൻകം ടാക്സ് ആക്ട്. Gross total income means the total of income of an assessee from different heads of incomes computed in accordance with the provisions of the Act before making any deduction under sections 80C to 80U. Gross total income നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇൻകം ടാക്സ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് പ്രകാരം ഡിഫറെൻറ്റ് ഹെഡ്സ് ഓഫ് ഇൻകംസിൽ നിന്നും അസസിക്കുള്ള ഇൻകംസിൻ്റെ ടോട്ടലാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ആൻഡ് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ കേസിൽ സെക്ഷൻ 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് അലോ ചെയ്തിട്ടുണ്ടാകില്ല. അതായത് സെക്ഷൻ 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് നടത്തുന്നതിന് മുൻപുള്ള ഡിഫറെൻറ്റ് ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ നിന്നും അസസിക്കുള്ള ഇൻകംസിൻ്റെ ടോട്ടലാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഡിഡക്ഷൻസ് ഫോർ സർട്ടൺ പേയ്മെൻറ്റ്സ് ഓർ കോൺട്രിബ്യൂഷൻസ്, അതായത് ഒരു അസസിക്ക് തൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും സർട്ടൺ പേയ്മെൻറ്റ്സിനും കോൺട്രിബ്യൂഷൻസിനും ഡിഡക്ഷൻ ലഭിക്കും. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഈ സെക്ഷൻ 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് അലോ ചെയ്ത് കഴിഞ്ഞ് വരുന്ന ഇൻകമാണ് ടോട്ടൽ ഇൻകം. നമുക്ക് എന്തൊക്കെ ഡിഡക്ഷൻസ് ആണ് അസസിക്ക് ലഭിക്കുന്നത് എന്ന് നോക്കാം. ഈ ലെക്ചറിൽ നമ്മൾ 3 ഡിഡക്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയ, കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡൻറ്റ് ഫണ്ട് എക്സെട്ര വിച്ച് കംസ് അണ്ടർ സെക്ഷൻ 80C ഓഫ് ഇൻകം ടാക്സ് ആക്ട്. സെക്കൻഡ് വൺ, ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ടു സർട്ടൺ പെൻഷൻ ഫണ്ട്സ് വിച്ച് കംസ് അണ്ടർ സെക്ഷൻ 80CCC ഓഫ് ഇൻകം ടാക്സ് ആക്ട്. And deduction in respect of contribution to pension scheme of central government which comes under section 80CCD of income tax act. നമുക്ക് ആദ്യം സെക്ഷൻ 80C പ്രകാരമുള്ള ഡിഡക്ഷൻ നോക്കാം. ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയ, കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡൻറ്റ് ഫണ്ട് എക്സെട്ര. അതായത് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിനും പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷനും ഒക്കെ ലഭിക്കുന്ന ഡിഡക്ഷനാണ് സെക്ഷൻ 80Cയിൽ വരുന്നത്. സെക്ഷൻ 80C പ്രകാരമുള്ള ഡിഡക്ഷന് എൻറ്റൈറ്റിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആരൊക്കെയാണെന്ന് നോക്കാം. പേഴ്സൺസ് എൻറ്റൈറ്റിൽഡ് ടു ഡിഡക്ഷൻ, ഇൻഡിവിജ്വൽ ആൻഡ് HUF. അതായത് ഇൻഡിവിജ്വലിനും HUF ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിക്കുമാണ് സെക്ഷൻ 80C പ്രകാരമുള്ള ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാവുന്നത്. ഇൻഡിവിജ്വലിനും HUFനുമാണ് സെക്ഷൻ 80C പ്രകാരമുള്ള ഡിഡക്ഷൻ ലഭിക്കുന്നത്. ക്വാണ്ടം ഓഫ് ഡിഡക്ഷൻ, അതായത് സെക്ഷൻ 80C പ്രകാരമുള്ള ഡിഡക്ഷൻ്റെ എമൗണ്ട് ആണ് പറയുന്നത്. അപ് ടു റുപ്പീസ് 1,50,000 1,50,000 റുപ്പീസ് വരെയാണ് സെക്ഷൻ 80C പ്രകാരം ലഭിക്കുന്ന ഡിഡക്ഷൻ. പേയ്മെൻറ്റ് റിഗാർഡിംഗ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, പ്രൊവിഡൻറ്റ് ഫണ്ട്, പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് എക്സെട്ര. അതായത് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിനും പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കും പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കും ഒക്കെയുള്ള കോൺട്രിബ്യൂഷൻ തുടങ്ങിയവയ്ക്കാണ് സെക്ഷൻ 80C പ്രകാരമുള്ള ഡിഡക്ഷൻ ലഭിക്കുന്നത്. ഓക്കെ, അടുത്തത് സെക്ഷൻ 80CCC പ്രകാരമുള്ള ഡിഡക്ഷനാണ് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ടു സർട്ടൺ പെൻഷൻ ഫണ്ട്സ്. അതായത് സർട്ടൺ പെൻഷൻ ഫണ്ട്സിലേക്ക് അസസി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് ലഭിക്കുന്ന ഡിഡക്ഷനാണ്. പേഴ്സൺ എൻറ്റൈറ്റിൽഡ് ടു ഡിഡക്ഷൻ, അതായത് സെക്ഷൻ 80CCC പ്രകാരം ഡിഡക്ഷന് എൻറ്റൈറ്റിൽഡ് ആയിട്ടുള്ള പേഴ്സൺ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആണ്. ആൻഡ് ദ ക്വാണ്ടം ഓഫ് ഡിഡക്ഷൻ ഇസ് അപ് ടു റുപ്പീസ് 1,50,000. സെക്ഷൻ 80CCC പ്രകാരം 1,50,000 റുപ്പീസ് വരെയാണ് ഡിഡക്ഷൻ ലഭിക്കുന്നത്. പേയ്മെൻറ്റ് റിഗാർഡിംഗ് പെൻഷൻ, അതായത് സർട്ടൺ പെൻഷൻ ഫണ്ട്സിലേക്കുള്ള കോൺട്രിബ്യൂഷനാണ് സെക്ഷൻ 80CCC പ്രകാരമുള്ള ഡിഡക്ഷൻ ലഭിക്കുന്നത്. കണ്ടീഷൻസ് ഫോർ ഡിഡക്ഷൻ, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുന്നതിനായി ഫുൾഫിൽ ചെയ്യേണ്ട കണ്ടീഷൻസ് നോക്കാം. ആനുവിറ്റി പ്ലാൻ ഓഫ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഓർ അതർ ഇൻഷുറർ, അതായത് ഒരു ഇൻഡിവിജ്വല് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആനുവിറ്റി പ്ലാനിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻഷുററുടെ ആനുവിറ്റി പ്ലാനിലോ ഫണ്ടിൽ നിന്നും പെൻഷൻ റിസീവ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി
പേ ചെയ്ത അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിനാണ് സെക്ഷൻ 80CCC പ്രകാരമുള്ള ഡിഡക്ഷൻ ലഭിക്കുന്നത്. ഓക്കെ, അടുത്തത് സെക്ഷൻ 80CCD പ്രകാരമുള്ള ഡിഡക്ഷനാണ്. ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ സ്കീം ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ സ്കീമിലേക്കുള്ള കോൺട്രിബ്യൂഷന് ലഭിക്കുന്ന ഡിഡക്ഷനാണ്. പേഴ്സൺ എൻറ്റൈറ്റിൽഡ് ടു ഡിഡക്ഷൻ. സെക്ഷൻ 80CCD പ്രകാരമുള്ള ഡിഡക്ഷന് എൻറ്റൈറ്റിൽഡ് ആയ പേഴ്സൺ ഇൻഡിവിജ്വൽ ആണ്. ക്വാണ്ടം ഓഫ് ഡിഡക്ഷൻ. എമൗണ്ട് പെയ്ഡ് ബൈ എംപ്ലോയി ഓർ 10% ഓഫ് സാലറി വിച്ച് എവർ ഇസ് ലെസ് പ്ലസ് എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ എംപ്ലോയർ ഓർ 10% ഓഫ് സാലറി വിച്ച് എവർ ഇസ് ലെസ് എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ഓർ 14% ഓഫ് സാലറി വിച്ച് എവർ ഇസ് ലെസ്. അതായത് സെക്ഷൻ 80CCD പ്രകാരമുള്ള ക്വാണ്ടം ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് എംപ്ലോയി പേ ചെയ്ത എമൗണ്ട് അല്ലെങ്കിൽ 10% ഓഫ് സാലറി വിച്ച് എവർ ഇസ് ലെസ്. എംപ്ലോയി പേ ചെയ്ത എമൗണ്ടോ അല്ലെങ്കിൽ സാലറിയുടെ 10%ഓ ഇതിൽ ലോവർ ആയിട്ടുള്ള എമൗണ്ടിനോടൊപ്പം എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ എംപ്ലോയർ ഓർ 10% ഓഫ് സാലറി വിച്ച് എവർ ഇസ് ലെസ്. എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ട് അല്ലെങ്കിൽ സാലറിയുടെ 10%, ഈ രണ്ട് എമൗണ്ട്സിൽ ലോവർ ആയിട്ടുള്ള എമൗണ്ട് ആഡ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും അതർ എംപ്ലോയീസിൻ്റെ കേസിൽ സെക്ഷൻ 80CCD പ്രകാരമുള്ള ക്വാണ്ടം ഓഫ് ഡിഡക്ഷൻ. ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിൽ സെൻട്രൽ ഗവൺമെൻറ് കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ട് അല്ലെങ്കിൽ 14% ഓഫ് സാലറി, ഈ രണ്ട് എമൗണ്ട്സിൽ ലോവർ ഏതാണോ ആ എമൗണ്ട് ആയിരിക്കും സെക്ഷൻ 80CCD പ്രകാരമുള്ള ക്വാണ്ടം ഓഫ് ഡിഡക്ഷൻ. പേയ്മെൻറ്റ് റിഗാർഡിംഗ് പെൻഷൻ സ്കീം. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ സ്കീമിലേക്കുള്ള കോൺട്രിബ്യൂഷനാണ് സെക്ഷൻ 80CCD പ്രകാരമുള്ള ഡിഡക്ഷൻ ലഭിക്കുന്നത്. കണ്ടീഷൻസ് ഫോർ ഡിഡക്ഷൻ. അതായത് സെക്ഷൻ 80CCD പ്രകാരമുള്ള ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുന്നതിനായുള്ള കണ്ടീഷൻസ് നോക്കാം. അപ്പോയിൻറ്റഡ് ഓൺ ഓർ ആഫ്റ്റർ 1/1/2004 ബൈ ദി ഗവൺമെൻറ്. അതായത് ഗവൺമെൻറ് 1/1/2004 എന്ന ഡേറ്റിനോ അല്ലെങ്കിൽ അതിന് ശേഷമോ അപ്പോയിൻറ്റ് ചെയ്ത എംപ്ലോയീസിനാണ് സെക്ഷൻ 80CCD പ്രകാരമുള്ള ഡിഡക്ഷൻ ലഭിക്കുന്നത്. We will discuss the balance portion under deductions under Income Tax Act in the coming lectures. Thank you.